ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. കൃത്യം നടന്നാൽ ഉടൻ തന്നെ ഈ ലൊക്കേഷൻ വിട്ട് പോയിക്കോണം. അന്വേഷണമൊന്നും പറഞ്ഞ് നിങ്ങൾ ആരുടെ മുന്നിൽ ചെന്നാലും അത് ശരിയാവില്ല. ശരി, പോയിക്കോ. വെള്ളച്ചാട്ടത്തിലേക്ക് രാധിക ചാടുന്ന സീനില് രാധികയെ സംരക്ഷിക്കേണ്ട ചുമതല അവർക്കാ. വലിയ വടം കെട്ടി അവര് താങ്ങിപ്പിടിക്കും. ഞാൻ പറഞ്ഞ ഈ രണ്ടുപേരും ആ കൂട്ടത്തിലുണ്ടാവും. ആരും അറിയാതെ വടം അവരൊന്ന് കട്ട് ചെയ്താല് ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ രാധിക അങ്ങ് പൊയ്ക്കോളൂ. കൊള്ളാം. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. എന്താ അത്? ഇനി എന്തൊക്കെ പാളിച്ചു പറ്റിയാലും ഈ കുറ്റം എന്റെയോ ഗൗതമിന്റെയോ തലയിൽ ഇരിക്കാൻ പാടില്ല. ഞാനേ ആ പ്രിയങ്ക ലൊക്കേഷനിലേക്ക് അയക്കാം. കാര്യങ്ങളൊക്കെ ഗൗതം തന്നെ സംസാരിച്ചാ മതി. പക്ഷേ അവർക്ക് പണം കൊടുപ്പിക്കേണ്ടത് പ്രിയങ്കയെ കൊണ്ടാ. അത് നീ ഷൂട്ട് ചെയ്യാൻ വേണം, ഒരു തെളിവിന്. രാധികയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ അത് ചെയ്ത കുറ്റം പ്രിയങ്കയുടെ തലയിലാവൂല്ലേ? ഒറ്റയടിക്ക് രണ്ടിനെ ഒഴിവാക്കാനൊരു സാധ്യതയുള്ളപ്പോ അത് ചുമ്മാ കളയാൻ പാടില്ലല്ലോ. അവള് മരിക്കുമെന്ന് തന്നെ ഉറപ്പ് വേണം. സംഭവിച്ചിരിക്കും. നാളത്തെ പത്രത്തിന്റെ തലക്കെട്ടിലൊക്കെ പുതുമുഖ നടി അപകടത്തിൽ മരിച്ചു എന്ന് തന്നെയായിരിക്കും. എന്നാ ശരി, ഞാനേ ആ പ്രിയങ്ക പെട്ടെന്ന് അങ്ങോട്ട് അയക്കാം. ശരി, ആയിക്കോട്ടെ. കൽപ്പന, തിരഞ്ഞെടുത്ത സമയം കൊള്ളാന്നാ ഗൗതം പറഞ്ഞത്. ഭാഗ്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിലുള്ള 2 ശല്യങ്ങൾ ഇന്ന് അവസാനിക്കും. ഞാനേ ആ പ്രിയങ്ക ലൊക്കേഷനിലേക്ക് പറഞ്ഞു വിടട്ടെ. പ്രിയങ്ക പറഞ്ഞോട് മാത്രമാണ് ഞങ്ങളിപ്പോ ഈ റിസ്ക് എടുക്കുന്നത്. സിനിമ മുടങ്ങിയാലും രാധികയില്ലാതെ താൻ ഹാപ്പിയല്ലേ? ഗൗതം എന്താ ചെയ്യാൻ പോകുന്ന? 2 പേരിപ്പോ ഇങ്ങോട്ട് വരും. വെള്ളച്ചാട്ടത്തിൽ വീഴുന്ന സീനില് രാധിക തൂങ്ങിക്കിടക്കുന്ന വടം പിടിക്കുന്നത് അവരാ. എല്ലാം ഓക്കെ ആവുമ്പോ ആരും അറിയാതെ അവരാ വടം അറുത്തോളൂ. ആരെങ്കിലും ശ്രദ്ധിക്കോ? ഇല്ല. ആ തിക്കിനും തിരക്കിനിടയില് അതാരുടെയും ശ്രദ്ധയപ്പെടില്ല. പിന്നെ ഇപ്പോ വരുന്നവന്മാർക്ക് പണം കൊടുക്കേണ്ടത് പ്രിയങ്ക. ഞാനോ? എനിക്കവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അവരെനിക്ക് മുമ്പേ അറിയുന്നവരാ. മാത്രമല്ല, കിച്ചുവിനെ വിളിച്ചപ്പോ പ്രിയങ്കയാണ് പണം കൊടുക്കുന്നതെന്ന് ഞാൻ അവനോട് പറഞ്ഞതാ. പിടിക്കേ. ഇതുവരെ ആരെയും കൊല്ലാനൊന്നും നോക്കിയിട്ടില്ലല്ലോ? ഇല്ല. തുടക്കം ഗംഭീരാവട്ടെ. അമ്മ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാഡം. കാര്യങ്ങൾ കിച്ചു പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. കൃത്യം നടന്നാൽ ഉടൻ തന്നെ ഈ ലൊക്കേഷൻ വിട്ട് പോയിക്കോണം. അന്വേഷണമൊന്നും പറഞ്ഞ് നിങ്ങൾ ആരുടെ മുന്നിൽ ചെന്നാലും അത് ശരിയാവില്ല. ശരി, പോയിക്കോ. ചേച്ചി, നീ എപ്പോഴാ വന്നേ? എന്നിട്ടെന്താ എവിടെ നിൽക്കുന്നേ? എന്റെ അടുത്തേക്ക് വരാറുന്നില്ലേ? ഞാൻ ഷൂട്ടിംഗ് ഒന്ന് കാണാൻ വന്നതാ. പിന്നെ അങ്ങോട്ടേക്ക് വരാനൊരു ചമ്മല്. അത് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്തോണ്ടല്ലേ? ഇന്ദ്രജിത് സാറ് എന്നും നിന്നെ ചോദിക്കും,
നിനക്ക് വിഷമമുണ്ടോ എന്തേലും പറഞ്ഞോന്നൊക്കെ. അടുത്ത പടത്തിൽ ഉറപ്പായിട്ട് നീ ഉണ്ടെന്നാ പറഞ്ഞത്. ഓ, ഇനി അതൊക്കെ നടക്കുവാണെങ്കിൽ നടക്കട്ടെ. നീ അവരോട് എന്താ സംസാരിച്ചേ? ആ, ആരോട്? അല്ല, ആ യൂണിറ്റിലുള്ളവരോട്. ആ, അവര് രണ്ടുപേരും മുൻപ് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓ, വർക്ക് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഷൂട്ടിന് കണ്ട പരിചയം. എന്നെ കണ്ടപ്പോ അവര് വരികയായിരുന്നു. എന്തായാലും നീ വാ, വലിയൊരു സീന എടുക്കാൻ പോകുന്നു. എന്റെ കൂടെ നീയും ഉണ്ടാവണം. വാ. രാധിക, ആ, അവർ പിടിച്ചു തള്ളുമ്പോ താൻ കുറച്ച് താഴേക്ക് പോയി ആ കിടക്കുന്ന വള്ളി കണ്ടോ? അതിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്നത് പോലെ നിൽക്കണം. ഈ ഷോട്ട് നമുക്ക് അത്രയേ ഉള്ളൂ. ശരി സാർ. പേടിയൊന്നുമില്ലല്ലോ? സാറിങ്ങനെ കൂടെ കൂടെ ചോദിച്ച് പേടിപ്പിക്കാതിരുന്നാ മതി. ദെൻ ഓക്കെ, അത് കോൺഫിഡൻസ് ഉള്ള ഒരു മറുപടിയാ. ശരി സാർ. ഓക്കെ. അല്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? സാധാരണ ഈ നായികമാരുടെ കൂടെ വരുന്നത് അവരുടെ അമ്മയോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരോ ആയിരിക്കും. അവരെ കൊണ്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ തന്റെ കാര്യത്തിൽ ഞാനിത് പ്രതീക്ഷിച്ചില്ല. ആ മതി മതി, കളിയാക്കൊന്നും വേണ്ട. ഞാനേ എന്റെ ടെൻഷൻ കൊണ്ട് ചോദിച്ചു പോയെന്നുള്ളൂ. ടേക്ക് ഇറ്റ് ഈസി മാൻ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഷൂട്ടിംഗ്. അവരൊക്കെ അതിൽ എക്സ്പെർട്ട് അല്ലേ? ആ ശരി. ചേച്ചി, സൂക്ഷിക്കണേ. ഒരു കുഴപ്പമില്ല. സിനിമയെ കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളാണോ എന്നോട് ഇതൊക്കെ പറയുന്നത്?